Hello everyone, welcome to Masterminds online classes. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പബ്ലിക് ഫിനാൻസ് അതിൻ്റെ കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെയാണ് അല്ലേ പറഞ്ഞത്. വാട്ട് ഈസ് പബ്ലിക് ഫിനാൻസ്? പബ്ലിക് ഫിനാൻസ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് പബ്ലിക് റവന്യൂ ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ സോഴ്സസ് ഓഫ് ഗവൺമെൻറ് അല്ലേ. ഗവൺമെൻറ്റിൻ്റെ ചെലവുകളെക്കുറിച്ചും വരുമാനത്തെക്കുറിച്ചും അല്ലെങ്കിൽ ധനകാര്യ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ശാഖയാണ് പബ്ലിക് ഫിനാൻസ് അല്ലേ. അപ്പോൾ നമ്മൾ ഏതൊരു ബ്രാഞ്ച് നമ്മളിപ്പോൾ ഏതൊരു വിഷയം പഠിക്കുകയാണെങ്കിലും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യും അല്ലേ. എത്രത്തോളം സാധ്യതകൾ ആ വിഷയത്തിനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് പബ്ലിക് ഫിനാൻസ് ആണ്. നോക്കാം. Public finance is the study of how public organizations, whether they are at central, state or local levels, manage their financial resources. പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് സെൻട്രൽ ലെവലിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലോ അല്ലെങ്കിൽ ലോക്കൽ ലെവലിലൊക്കെ ഉള്ള ഗവൺമെൻറ്റുകൾ എങ്ങനെ അവരുടെ ഫൈനാൻഷ്യൽ റിസോഴ്സസ് അല്ലേ ധനകാര്യ വിഭവങ്ങൾ എങ്ങനെ അവർ മാനേജ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠിക്കുന്ന ശാഖയാണ് എന്ത് നമ്മുടെ പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. These tasks require money to spend on them. അപ്പോൾ നമുക്കറിയാം ചിലവഴിക്കണമെങ്കിലും വരുമാനം ഉണ്ടാവണമെങ്കിലും ഒക്കെ അതിലെന്ത് വേണം? ക്യാഷ് വേണം അല്ലേ, മണി വേണം. The cost is covered by revenue obtained through taxes, fees, sales of goods and services, loans. അപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള റവന്യൂ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നത് ടാക്സിലൂടെ, നികുതിയിലൂടെ, അതുപോലെ പലപ്പോഴും നമുക്ക് ഫൈന് അല്ലേ, നിയമങ്ങൾ ലോ ആൻഡ് ഓർഡർ തെറ്റിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൊക്കെ കിട്ടും അല്ലേ. ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കോടതി അലക്ഷ്യത്തിന് ഇങ്ങനെ പിഴ അടക്കേണ്ടി വരുന്ന കേസസ് ഒക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഫൈൻസ് ഉണ്ടാവും. അതുപോലെ ഫീസ്, ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾക്ക് ഗവൺമെൻറ് എന്തെയും ഫീസ് ഈടാക്കാറുണ്ട്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്, അതുപോലെ ഗവൺമെൻറ് ചിലപ്പോൾ ലോൺ എടുക്കും അല്ലേ. അങ്ങനെ അത്ര ഒരുപാട് റവന്യൂ സോഴ്സസ് എന്തുണ്ട് ഗവൺമെൻറ്റിന് ഉണ്ട്. The public authorities, government revenues come from a variety of sources. The field of public finance investigate how money is obtained, how it is spent on various things, etc. അപ്പോൾ നമ്മൾ പറഞ്ഞു പബ്ലിക് അതോറിറ്റീസിന് ഗവൺമെൻറ്റിന് പല സോഴ്സിൽ നിന്നും എന്ത് കിട്ടുന്നുണ്ട്? വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന വരുമാനം എങ്ങനെ, ഹൗ മണി ഈസ് ഒബ്റ്റെയിൻഡ്, എങ്ങനെയാണ് ഈ വരുമാനം കിട്ടുന്നത്, അതുപോലെ ഹൗ ഇറ്റ് ഈസ് സ്പെൻഡ് അല്ലേ, എങ്ങനെയാണ് ഈ കിട്ടുന്ന വരുമാനം ഗവൺമെൻറ് ചെലവഴിക്കുന്നത് മുതലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു അന്വേഷണമാണ് നമ്മൾ പബ്ലിക് ഫിനാൻസിൽ നടത്തുന്നത്. Therefore, public finance focuses on the revenue and expenses of public authority as well as the ideas, issues and policies associated with these issues. അതായത് ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? അപ്പോൾ പബ്ലിക് ഫിനാൻസ് അല്ലെങ്കിൽ പബ്ലിക് ഫിനാൻസിലൂടെ നമ്മൾ പഠിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു റവന്യൂ സോഴ്സസും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ, ഐഡിയാസ് എന്തൊക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇഷ്യൂസ് എന്നൊക്കെയാണ് നമ്മൾ പബ്ലിക് ഫിനാൻസിലൂടെ പഠിക്കുന്നത്. According to Professor Dalton, there are four main scope of public finance. നമ്മൾ ഡാൾട്ടൺ അല്ലേ, ഡാൾട്ടൻ്റെ ഒരു ഡെഫിനിഷൻ പബ്ലിക് ഫിനാൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഡാൾട്ടൻ്റെ അഭിപ്രായത്തിൽ 6 സ്കോപ്പാണ് നമ്മളെ പബ്ലിക് ഫിനാൻസിന് ഉള്ളത്. ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ പബ്ലിക് റവന്യൂ അല്ലേ. പബ്ലിക് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവരുമാനം. എന്താണ് പൊതുവരുമാനം? ഗവൺമെൻറ്റിന് ലഭിക്കുന്ന വരുമാനത്തെയാണ് നമ്മൾ പൊതുവരുമാനം എന്ന് പറയുന്നത്. പബ്ലിക് റവന്യൂ ഇസ് ദ ഇൻകം ഓഫ് ദി ഗവൺമെൻറ് അല്ലേ. ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തെയാണ് നമ്മൾ പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. ദിസ് പാർട്ട് മെയിൻലി എക്സ്പ്ലെയിൻ ദ എക്സാമിനേഷൻ ഓഫ് വേരിയസ് ഗവൺമെൻറ് റവന്യൂ സോഴ്സസ്. അപ്പോൾ പബ്ലിക് റവന്യൂ എന്ന് പറയുന്ന ഒരു പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് എന്താ? ഗവൺമെൻറ്റിൻ്റെ വേരിയസ് റവന്യൂ സോഴ്സസ്, വരുമാന മാർഗങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഫോർ ഒബ്റ്റെയിനിങ് റവന്യൂ, ഈ റവന്യൂ ഒക്കെ ലഭിക്കുന്നതിന് വേണ്ട തത്വങ്ങൾ അല്ലേ, ഐഡിയാസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? their respective advantages and shortcomings. ഇങ്ങനെ ഗവൺമെൻറ് പിരിച്ചെടുക്കുന്ന റവന്യൂവിനുള്ള
അഡ്വാൻറ്റേജസ്, മെച്ചങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ അതിനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആൻഡ് ദെയർ കോൺസിക്വൻസസ് ഓൺ ദ എക്കോണമി. ഇങ്ങനെ ഗവൺമെൻറ് പിരിച്ചെടുക്കുന്ന റവന്യൂവിന് അല്ലെങ്കിൽ വരുമാനത്തിന്, ഗവൺമെൻറ് ജനങ്ങളിൽ നിന്ന് എടുക്കുന്ന വരുമാനത്തിന് പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഇഫക്റ്റ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നുള്ളത്, ഇതൊക്കെയാണ് നമ്മൾ പബ്ലിക് റവന്യൂ എന്ന് പറയുന്ന ഫസ്റ്റ് സ്കോപ്പിൽ അല്ലെങ്കിൽ ഫസ്റ്റ് തീമിൽ പഠിക്കുന്നത്. സച്ച് ആസ് ഇമ്പാക്ട് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സേഷൻ അല്ലേ, ടാക്സേഷൻ അല്ലേ, ഗവൺമെൻറ് ഒരു ടാക്സ് ഈടാക്കുമ്പോൾ അതിന് സമ്പദ് വ്യവസ്ഥയിൽ എത്രത്തോളം ആഘാതമുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ഫസ്റ്റ് കോമ്പോണൻ്റ് ആയിട്ടുള്ള പബ്ലിക് റവന്യൂ എന്ന് പറയുന്നുള്ള ഫസ്റ്റ് തീമിലാണ്. 6 തീമുണ്ട് അല്ലേ, അങ്ങനെ ഫസ്റ്റ് സ്കോപ്പാണ് അല്ലെങ്കിൽ ഫസ്റ്റ് തീമാണ് ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള പബ്ലിക് റവന്യൂ. ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടാമത്തെ എന്തായിരിക്കും, പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ലേ, പൊതു ചെലവുകൾ. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഡീൽസ് വിത്ത് ദ എക്സ്പെൻഡിച്ചർ പാറ്റേൺ ഓഫ് സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്റ്സ് ഫോർ പ്രൊട്ടക്ടിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് ഓൺ സിറ്റിസൻസ് അല്ലേ. ഒരു രാജ്യത്തെ സെൻട്രൽ ഗവൺമെൻറ്, അതുപോലെ സ്റ്റേറ്റ് സംസ്ഥാന സർക്കാരുകൾ, ലോക്കൽ ഗവൺമെൻറ് അല്ലേ, ഇവരുടെ മൂന്നാളും അവർ തങ്ങളുടെ സിറ്റിസൺസിനെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചെലവാക്കുന്ന തുകയെ അല്ലെങ്കിൽ അവർക്കുള്ള ചെലവുകളെയാണ് നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദിസ് പാർട്ട് മെയിൻലി ഡീൽസ് വിത്ത് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഈ പാർട്ടിൽ രണ്ടാമത്തെ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്, പബ്ലിക് എക്സ്പെൻഡിച്ചർ പൊതു ചെലവുകളുടെ ക്ലാസിഫിക്കേഷൻ വ്യത്യസ്ത രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പബ്ലിക് എക്സ്പെൻഡിച്ചറിന്. അത് ഏതൊക്കെയാണ്, ദ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഗ്രോത്ത്. ഒരു രാജ്യത്തിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ അല്ലെങ്കിൽ തത്വങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഘടകങ്ങൾ ഏതൊക്കെയാണ്, ആൻഡ് ദ ഔട്ട്കംസ് ഓഫ് പബ്ലിക് സ്പെൻഡിങ്. ഗവൺമെൻറ് നമ്മൾ പറഞ്ഞു ഒരുപാട് സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അല്ലേ, പെൻഷനായിട്ടും അല്ലെങ്കിൽ സ്കോളർഷിപ്പായിട്ടും പിന്നെ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ സാലറി ആയിട്ടും അങ്ങനെ ഒരുപാട് ചിലവുകൾ, പിന്നെ റോഡ് ബ്രിഡ്ജൊക്കെ നിർമ്മിക്കാനും അങ്ങനെ ഒരുപാട് ചിലവ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോൺസിക്വൻസസ്, ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ എഫക്റ്റ് എന്തൊക്കെയാണ്, സമ്പദ് വ്യവസ്ഥയെ ഇതെങ്ങനെ സ്വാധീനിക്കുന്നു, ഇതൊക്കെ നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന രണ്ടാമത്തെ സ്കോപ്പിൽ പഠിക്കുന്നു. ഓക്കെ, തേർഡ് സ്കോപ്പാണ് പബ്ലിക് ഡെപ്റ്റ്, പൊതുകടം. അപ്പോൾ പബ്ലിക് റവന്യൂ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വരുമാനം, പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ചെലവഴിക്കൽ പ്രവർത്തനങ്ങൾ, പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കടം അല്ലേ. പബ്ലിക് ഡെപ്റ്റ് is the debt of public authorities that are governments and their agency അല്ലേ. ഗവൺമെൻറ്റും അതിൻ്റെ ഏജൻസീസും വാങ്ങുന്ന കടം അല്ലെങ്കിൽ ലോൺ എടുക്കുന്നതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇൻ കറണ്ട് ടൈംസ് ദ സ്റ്റഡി ഓഫ് പബ്ലിക് ഡെപ്റ്റ് ഈസ് എ ക്രൂഷ്യൽ കോമ്പണൻറ്റ്. ഇപ്പോഴത്തെ കാലത്ത് ഗവൺമെൻറ്റിൻ്റെ കടം എടുക്കൽ അല്ലെങ്കിൽ ഗവൺമെൻറ് കടം വാങ്ങുന്നത് എന്ന് പറയുന്ന ആ ഒരു കോമ്പണൻറ്റ് വളരെയധികം ക്രൂഷ്യലാണ് ഓഫ് പബ്ലിക് ഫിനാൻസ്, സിൻസ് ഗവൺമെൻറ് are increasingly turning to debt to meet rising demands of the population. അപ്പോൾ വളർന്നു വരുന്ന ജനസംഖ്യയെ അവരുടെ ആവശ്യങ്ങളും ഒക്കെ നമ്മൾ നിറവേറ്റി കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പലപ്പോഴും ക്യാഷ് ഇല്ലാത്ത അവസ്ഥ വരും അല്ലേ. ഗവൺമെൻറ്റിൻ്റെ ചിലവ് വർദ്ധിക്കുന്നുണ്ട് അല്ലേ. ഒരു രാജ്യത്തുള്ള പോപ്പുലേഷൻ വർദ്ധിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും അവർക്ക് വേണ്ടി ചിലവഴിക്കേണ്ട തുകയും വർഷം കഴിയുന്നതോറും വർദ്ധിക്കും. അപ്പോൾ ഇന്ത്യ പോലെ ഏറ്റവും ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യത്തൊക്കെ സംബന്ധിച്ചിടത്തോളം കടം വാങ്ങിയിട്ട് പൗരന്മാർക്ക് വേണ്ടി ചിലവഴിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഗവൺമെൻറ്റുകളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ചെലവുകൾ നിറവേറ്റാൻ വേണ്ടി അടിസ്ഥാനപരമായിട്ട് അല്ലേ, ഗവൺമെൻറ്റിന് ഒരിക്കലും ഈ ചെലവുകളൊന്നും മാറി നിൽക്കാൻ പറ്റൂല അല്ലേ. പൗരന്മാരെ സംരക്ഷിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത്തരം ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടി ഗവൺമെൻറ് നിർവഹിക്കുന്ന ഇത്തരം ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, പലപ്പോഴും കടം വാങ്ങിയിട്ടായിരിക്കും അല്ലേ. Therefore, this section looks at the types of expenditure. ഏതൊക്കെ ചെലവുകളാണ് ഗവൺമെൻറ്റിനുള്ളതെന്നും ഇഫക്ട്സ് ആൻഡ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഫാക്ടേഴ്സ് അല്ലേ, പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ ഗവൺമെൻറ്റിന് ചെലവഴിക്കാനാണല്ലോ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, കടം വാങ്ങുന്നത്. അപ്പോൾ ഏതൊക്കെ എത്ര ചെലവുകളാണുള്ളത്, എത്രമാത്രം ചെലവുകൾ നിർവഹിക്കാനുണ്ട്, അതിന് എത്രത്തോളം കടമെടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെ അല്ലേ. നമ്മൾ സംസ്ഥാന സർക്കാരുകൾ എവിടുന്ന് കടം വാങ്ങും, കേന്ദ്ര സർക്കാരിൽ നിന്ന് കടം വാങ്ങും അല്ലേ. കേന്ദ്ര സർക്കാർ എവിടുന്ന് വാങ്ങും, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആയിട്ടുള്ള IMF വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് കടമെടുക്കാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ കടം വാങ്ങാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നതും പബ്ലിക് ഫിനാൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ,
അഡ്മിനിസ്ട്രേഷൻ, ഭരണരംഗത്ത് ധനപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഭരണം. ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ക്രൂഷ്യൽ സബ്ജക്റ്റ് ഇൻ പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസിലെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ മാനേജ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഓഫ് പബ്ലിക് അതോറിറ്റി. പബ്ലിക് അതോറിറ്റീസിൻ്റെ പൊതു അധികാരികളുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഫിനാൻഷ്യൽ റിസോഴ്സസ്, സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ പഠിക്കുന്നത്. These segments elucidate the budget preparation. നമുക്കറിയാം ഗവൺമെൻറ് എന്ത് ചെയ്യും, ഓരോ സാമ്പത്തിക വർഷത്തിലും അടുത്ത വർഷത്തേക്കുള്ള ഒരു എക്സ്പെൻഡിച്ചർ അല്ലേ, അടുത്ത വർഷത്തേക്ക് ഇത്ര ചിലവുകളുണ്ട്, അതുപോലെ അടുത്ത വർഷം ഇത്ര റവന്യൂ കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബജറ്റ് പുറത്തിറക്കാറുണ്ട് അല്ലേ. നമ്മൾ പലപ്പോഴും ബജറ്റിലെ ഡോക്യുമെൻ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ബജറ്റ് അവതരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിൽ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് എങ്ങനെയാണ് ഗവൺമെൻറ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താ, അടുത്ത വർഷം ഗവൺമെൻറ്റിന് എത്രത്തോളം ചെലവുകൾ വരുന്നുണ്ട്, എത്രത്തോളം വരുമാനം കിട്ടാൻ സാധ്യതയുണ്ട്, ഇതടങ്ങുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ബജറ്റ് അല്ലേ. അപ്പോൾ ബജറ്റിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ നമ്മൾ എവിടെ പഠിക്കുക? പബ്ലിക് ഫിനാൻസിലാണ് പഠിക്കുക. അഡോപ്ഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ആസ് വെൽ ആസ് സോഷ്യോ എക്കണോമിക് ഇഫക്റ്റ് ഓഫ് ബജറ്ററി പോളിസി. ബജറ്റിൽ ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഒരു പോളിസി അല്ലെങ്കിൽ ഒരു നയത്തിന് സമൂഹത്തിൻ്റെ സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തൊക്കെ എത്രത്തോളം മാറ്റമാണ് ഉള്ളത് എന്നും, ഇൻ്റർ ഗവൺമെൻറ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻ്ററാക്ഷൻസ്, ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്ത ഘടകങ്ങളുണ്ടല്ലേ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. ഇവരെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഫിനാൻഷ്യൽ റിലേഷൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു കേന്ദ്ര സർക്കാരുകളിൽ നിന്നൊക്കെ പലപ്പോഴും നമ്മൾ കേരളമൊക്കെ കടം വാങ്ങിയിട്ടുണ്ടല്ലേ, കേന്ദ്ര സർക്കാരിൽ നിന്ന് കടം വാങ്ങും. അതുപോലെ ലോക്കൽ അതോറിറ്റീസ് എന്ത് ചെയ്യും, സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കടം വാങ്ങും. പലപ്പോഴും ധനസഹായങ്ങളൊക്കെ, ഗ്രാൻഡിനേറ്റ്സ് ഒക്കെ സെൻട്രൽ ഗവൺമെൻറ്റുകൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ലോക്കൽ ഗവൺമെൻറ്റിനൊക്കെ നൽകാറുണ്ട്. അങ്ങനെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്സും ഒക്കെ നമ്മൾ ഏതിൽ പഠിക്കുന്നുണ്ട്? പബ്ലിക് ഫിനാൻസിലാണ് പഠിക്കുന്നത്. ഫിസ്ക്കൽ മാനേജ്മെൻറ്റ് ആൻഡ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി അല്ലേ, ഗവൺമെൻറ്റിൻ്റെ ധനപരമായിട്ടുള്ള നയങ്ങളും അതുപോലെ ധനപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിലാണ് പഠിക്കുന്നത്. Apart from Professor Dalton's scope of public finance, we can include one important component of public finance, that is economic stabilization. അപ്പോൾ നമ്മൾ ഇതുവരെ 4 സ്കോപ്പാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. ഏതൊക്കെയാ? പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെപ്റ്റ്, ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇത് ഇത്രയാണ് ഡാൾട്ടൻ്റെ സ്കോപ്പ്. ഡാൾട്ടൺ പബ്ലിക് ഫിനാൻസിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു 4 കോമ്പോണൻറ്റിനെയാണ്. ഇത് കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കോമ്പോണൻറ്റ് കൂടെ ഉണ്ട്, അതിനെയാണ് നമ്മൾ എക്കണോമിക് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്, സാമ്പത്തിക സ്ഥിരത എന്ന് പറയുന്നത്. This section outlines the different economic policies and other steps that the government has taken to ensure nation's economic stability. ഈ ഒരു എക്കണോമിക് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്മളെ ഗവൺമെൻറ് എക്കണോമിക് സ്റ്റെബിലിറ്റി, ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും, ഞാൻ നേരത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് സ്ഥിരത. വലിയ വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വിലക്കയറ്റോ അല്ലെങ്കിൽ വിലക്കുറവോ അങ്ങനത്തെ ഓവർ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്റ്റേബിളായിട്ട് ഒരു എക്കോണമിയെ കൊണ്ടുപോവുക എന്നുള്ളത് എല്ലാ ഗവൺമെൻറ്റുകളുടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാക്രോ എക്കണോമിക് ഗോളാണ്. അപ്പോൾ ഇത്തരം ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് എന്തൊക്കെ എക്കണോമിക് പോളിസീസാണ്, എന്തൊക്കെ സാമ്പത്തിക നയങ്ങളാണ് പിന്തുടരുന്നത് എന്നുള്ളത് ഈ എക്കണോമിക് സ്റ്റെബിലൈസേഷനിൽ ഉൾപ്പെടുന്നു. ഫ്രം ദ ഡിസ്കഷൻ above, it is clear that the topic of public finance is dynamic. ഇപ്പോൾ നമ്മളിപ്പോൾ 5 സ്കോപ്പാണ് പറഞ്ഞത് അല്ലേ, 5 സ്കോപ്പ് ഓഫ് പബ്ലിക് ഫിനാൻസ് പറഞ്ഞു. ഈ ഓരോ സ്കോപ്പ് പഠിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ നമുക്കൊരു കാര്യം എന്താണ് വ്യക്തമാണ്. എന്താണ്? പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലേ. ഡൈനാമിക് ആണെന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾക്ക് എപ്പോഴും വിധേയമായി കൊണ്ടിരിക്കും. ചില സമയത്ത് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ കൂടാം, കുറയാം, ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ റിലേഷൻസ് ഒക്കെ മാറാം അല്ലേ. And consequently expanding due to shift in the notions of state and its function അല്ലേ. പബ്ലിക്കിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ദിനം പ്രതി വർദ്ധിച്ച് വരുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ആയാലും എക്സ്പെൻഡിച്ചർ ആയാലും, റവന്യൂ ഇനിയിപ്പോൾ വരുമാന സ്രോതസ്സുകൾ കുറഞ്ഞാലും ഗവൺമെൻറ്റിന് ഒരിക്കലും അതിൻ്റെ ചെലവുകളിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല അല്ലേ. ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച്, ജനങ്ങളുടെ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരു രാജ്യത്തിന് വേണ്ട ഡെവലപ്മെൻറ്റിനും വികസനത്തിനൊക്കെ വേണ്ടിയിട്ട് ആ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് എന്ത് ചെയ്യേണ്ടി വരും? ഒരുപാട് പ്രവർത്തനങ്ങൾ, സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ആയിട്ടുള്ള, എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മീനിങ് ഓഫ് പ്രൈവറ്റ് ഫിനാൻസ്.
അല്ലേ? നമ്മൾ പറഞ്ഞു എന്താണ് പബ്ലിക് ഫിനാൻസ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കോൺസെപ്റ്റാണ് പ്രൈവറ്റ് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസ് എന്തായിരുന്നു? ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പാറ്റേൺസ് ഓഫ് ഗവൺമെൻറ്, അല്ലേ? ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തെയും ചെലവുകളെയൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈവറ്റ് ഫിനാൻസ് എന്തായിരിക്കും? നമുക്ക് ഊഹിച്ചാൽ തന്നെ അറിയാവുന്നതേ ഉള്ളൂ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, ഒരു രാജ്യത്തെ സ്വകാര്യ വ്യക്തികളുടെ വരുമാനത്തെക്കുറിച്ചും അവരുടെ ചെലവുകളെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് എന്ത്? പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. എന്താണ് പ്രൈവറ്റ് ഫിനാൻസിൻ്റെ മീനിങ് എന്ന് നമുക്ക് നോക്കാം. Private finance is the study of revenue and expenditure activities of private entities. അല്ലേ? സ്വകാര്യ വ്യക്തികളുടെ വരുമാനത്തെയും അവരുടെ വരുമാന സ്രോതസ്സുകളും അവരുടെ ചെലവുകളെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നമ്മുടെ പ്രൈവറ്റ് ഫിനാൻസ്. It deals with the income, expenditure, borrowing and financial administrations done by private firms and private persons. സ്വകാര്യ വ്യക്തികളും അതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങൾ, കമ്പനികളും അവരുടെയൊക്കെ ബോറോവിങ്, കടം വാങ്ങൽ, റവന്യൂ, അവരുടെ എക്സ്പെൻഡിച്ചർ, ഇതൊക്കെ നമ്മൾ ഏതിലാണ് പഠിക്കുക? പ്രൈവറ്റ് ഫിനാൻസിലാണ് പഠിക്കുന്നത്. ഹിയർ പ്രൈവറ്റ് എൻറ്റിറ്റീസ് പോസസ് ഫ്യൂവർ റിസോഴ്സസ് ടു ക്രിയേറ്റ് ഇൻകം, അല്ലേ? നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് ഫിനാൻസും പ്രൈവറ്റ് ഫിനാൻസും വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ റിസോഴ്സസ് കിട്ടാനുള്ള സാധ്യത ആർക്കായിരിക്കും? സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിനാണ്, അല്ലേ? നമ്മൾ ഒരു വ്യക്തിക്ക് കിട്ടുന്ന വരുമാനത്തിനും അതിൻ്റെ റിസോഴ്സസിനൊക്കെ പരിധിയുണ്ട്. പക്ഷെ ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്താ? ആ രാജ്യത്തുള്ള മൊത്തം ജനങ്ങളുടെ റവന്യൂൻ്റെ ഒരു അഗ്രഗേറ്റ് ആണ്, അല്ലേ? അപ്പോൾ പബ്ലിക് ഫിനാൻസ് ആയിരിക്കും എപ്പോഴും പ്രൈവറ്റ് ഫിനാൻസിനേക്കാൾ കൂടുതൽ, അല്ലേ? പ്രൈവറ്റ് ഫിനാൻസിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്, ഒരു ബിസിനസ്സിൻ്റെ ഒക്കെ റവന്യൂ എത്ര ഉണ്ട്, അതിൻ്റെ ചെലവ് എത്ര ഉണ്ട്, അതിന് എത്ര കടമുണ്ട്, അതൊക്കെയാണ് നമ്മൾ പ്രൈവറ്റ് ഫിനാൻസിൽ പഠിക്കുക, അല്ലേ? Some of the major examples of private finance are financial planning. അപ്പോൾ പ്രൈവറ്റ് ഫിനാൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾ, ഉദാഹരണങ്ങളാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്, അല്ലേ? നമ്മൾ ഓരോരുത്തരും ചെയ്യും, അല്ലേ? ഫിനാൻഷ്യൽ പ്ലാനിങ്, നമുക്ക് എത്ര വരുമാനം കിട്ടാനുണ്ട്, എത്ര സാലറി കിട്ടാനുണ്ട്, അത് നോക്കിയിട്ടല്ലേ നമ്മൾ എത്ര ചെലവഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുക, അല്ലേ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ ലോൺ എത്ര വാങ്ങിയിട്ട് ലോൺ എടുക്കണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങണോ, അതൊക്കെ നമുക്ക് എത്രത്തോളം എല്ലാ സോഴ്സിൽ നിന്നും റവന്യൂ കിട്ടാനുണ്ട്, എത്ര വരുമാനം ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പണം നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും, അതിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ചെലവുകൾ ക്രമീകരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഫൈനാൻഷ്യൽ പ്ലാനിങ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതുപോലെ പ്രൈവറ്റ് ഇക്വിറ്റി ആൻഡ് വെഞ്ചർ ക്യാപിറ്റൽ. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഐഡിയാസിന് ക്യാഷ് കിട്ടുന്നൊരു ഏർപ്പാടാണ്, അല്ലേ? നമ്മൾക്ക് പലപ്പോഴും ഒരു പുതിയ ഐഡിയ അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ബിസിനസ് ഐഡിയ ഉണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു ബിസിനസ് പ്രാവർത്തികമാക്കാൻ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെഞ്ചർ ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനൊക്കെ കണ്ടിട്ട് നമ്മുടെ ഐഡിയ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അവരുടെ അഡ്വർടൈസേഴ്സിനും അവരുടെ അഡ്വൈസേഴ്സിന് കേട്ടോ, അഡ്വർടൈസറല്ല, അഡ്വൈസേഴ്സിനെ ഉപദേശകരെയൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യും? അവർ ചോദിക്കും ഈ ഒരു ഐഡിയ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നൊക്കെ നോക്കിയിട്ട് നമ്മുടെ നല്ല ഐഡിയ ആണ്, സക്സസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അവർ ക്യാഷ് തരും. അപ്പോൾ അങ്ങനെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളിലൂടെ, അതുപോലെ പ്രൈവറ്റ് ഇക്വിറ്റികളിലൂടെ, ഷെയർസൊക്കെ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബോറോ ചെയ്യുന്നതിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരുമാനം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്, അല്ലേ? സ്വകാര്യ വ്യക്തികൾക്ക് നമുക്ക് ഈ വരുമാനം കണ്ടെത്താൻ പറ്റും. പിന്നെ സ്മോൾ ബിസിനസ് ഫിനാൻസിങ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? പ്രൈവറ്റ് ഫിനാൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തികളുടെ വരുമാനത്തെക്കുറിച്ചും അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും വരുമാനത്തെയും അവരുടെ ചെലവുകളെക്കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റും എല്ലാം. സ്റ്റോക്ക് മാർക്കറ്റ്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ ഇതിലാണ് വരിക? പ്രൈവറ്റ് ഫിനാൻസിലാണ് വരുന്നത്. പ്രൈവറ്റ് ഫിനാൻസ് ഡീൽസ് വിത്ത് ദ ഫൈനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് അറ്റ് ഇൻഡിവിജ്വൽ ലെവലിലെ, വ്യക്തിഗതമായിട്ട് ഓരോ വ്യക്തിയുടെയും ലെവലിൽ നിന്നുകൊണ്ട് അവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണ്, അവരുടെ പ്ലാനിങ് എന്താണ്, ഇതൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്? നമ്മുടെ പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഫിനാൻസ് ഇസ് ഡിവൈഡഡ് ഇൻറ്റു 2 ടൈപ്സ്. പ്രൈവറ്റ് ഫിനാൻസ് നമ്മൾ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 2 തരം ഏതൊക്കെയാ? പേഴ്സണൽ ഫിനാൻസ് ആണ് ഒന്നാമത്തെ, രണ്ടാമത്തെ ബിസിനസ് ഫിനാൻസ് എന്ന് പറയും. അപ്പോൾ പേഴ്സണൽ ഫിനാൻസ് എന്നും ബിസിനസ് ഫിനാൻസ് എന്നും പ്രൈവറ്റ് ഫിനാൻസിന് നമ്മൾ 2ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. പേഴ്സണൽ ഫിനാൻസ് എന്താണെന്ന് നോക്കാം. Personal finance is concerned with the process of optimizing financial resources by individuals such as families, single consumers, അല്ലേ? ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു വ്യക്തി, അവരുടെയൊക്കെ ഫൈനാൻഷ്യൽ റിസോഴ്സസ്, അവരുടെ സാമ്പത്തിക വിഭവങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെയൊക്കെ ഓരോരുത്തരുടെയും കേസ് എടുത്താൽ നമ്മൾക്ക് എന്ത് പറയാം, പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയും അല്ലേ. എൻ്റെ ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഒക്കെ ഇൻഡിവിജ്വൽ ലെവലുള്ള നമ്മുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ റിസോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെ, മാനേജ് ചെയ്യുന്നതിനെ, നമ്മുടെ വരുമാനത്തെയും നമ്മുടെ ചെലവിനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. A good example is a person who uses mortgage to finance his or her own car. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഫിനാൻസിന് ഒരു ഉദാഹരണം അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസിന് ഒരു ഉദാഹരണമാണ് നമ്മൾ ഒരു സാധനം പണയം വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഒരു കാർ വാങ്ങുന്നത് അല്ലേ. അപ്പോൾ അത് ഒരു പേഴ്സണൽ ഫിനാൻസ് ആണ്. നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്, നമ്മുടെ കയ്യിലുള്ള ഒരു വസ്തു പണയം വെച്ചുകൊണ്ട് ക്യാഷ് കണ്ടെത്തി അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാർ വാങ്ങുകയാണ് അല്ലേ. അപ്പോൾ ഒരു കാർ ഫിനാൻസ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു വസ്തു പണയം വയ്ക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ പേഴ്സണൽ ലെവലിലുള്ള ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ അവരുടെയൊക്കെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസോഴ്സ് ഒപ്റ്റിമൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. Personal finance is concerned with financial planning at the most basic individual level. വ്യക്തിഗതമായിട്ടാണ് ഇതിൽ നിന്നുണ്ടാവുക, പേഴ്സണൽ ഫിനാൻസ് ഉണ്ടാവുക. സേവിങ് അക്കൗണ്ട്, ഇൻഷുറൻസ് പോളിസി, കൺസ്യൂമർ ലോൺ, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, റിട്ടയർമെൻറ്റ് പ്ലാൻ, ക്രെഡിറ്റ് കാർഡ് എല്ലാം ഇതിന് എക്സാമ്പിളാണ്, നമ്മുടെ പേഴ്സണൽ ഫിനാൻസിന് എക്സാമ്പിളാണ് അല്ലേ. നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതും അതുപോലെ നമ്മൾ സാധനം പണയം വെക്കാൻ പോകുന്നത്, നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത്, ഒരു ഷെയർ നമ്മൾ വാങ്ങുന്നത്, അങ്ങനെ ഓരോ വ്യക്തിയുടെയും വ്യക്തിഗതമായിട്ടുള്ള ലെവലിൽ നിന്നുകൊണ്ടുള്ള അവരുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലേ, അവരുടെ ചെലവുകൾ, അവരുടെ വരുമാനം, അതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് നമ്മൾ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പാണെന്ത്, ബിസിനസ് ഫിനാൻസ്. ഈ വാക്കുന്ന നമുക്ക് എന്താണെന്നുള്ളത് കിട്ടും അല്ലേ. ബിസിനസ് ഫിനാൻസ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ബിസിനസ് ഒപ്റ്റിമൈസ് ദെയർ ഫിനാൻസ്. ഒരു ബിസിനസ് അല്ലേ, ഒരു വ്യാപാര സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനം എന്ത് ചെയ്യാണ്, അവരുടെ ഫിനാൻഷ്യൽ റിസോഴ്സസ്, അവരുടെ ധനകാര്യ വിഭവങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇറ്റ് എൻറ്റൈൽസ് ദ അക്വിസിഷൻ ഓഫ് അസെറ്റ് അല്ലേ. ഒരു ബിസിനസ്സിന് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് എന്താ, കുറച്ച് അസെറ്റാണ് അല്ലേ. ടാൻജിബിൾ അസെറ്റ്സ് ഉണ്ടാവും, ഇൻടാൻജിബിൾ അസെറ്റ് ഉണ്ടാവില്ലേ. ടാൻജിബിൾ അസെറ്റ് പറഞ്ഞാൽ നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന മെഷീന്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇൻടാൻജിബിൾ അസെറ്റ് എന്തായിരിക്കും, ആ കമ്പനിയുടെ ഗുഡ് വിൽ അല്ലേ, ബ്രാൻഡ് ലോയാലിറ്റി, ആ കമ്പനിയുടെ ഒരു വിശ്വാസ്യത, ട്രസ്റ്റ് വർത്തിനെസ്, അതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻടാൻജിബിൾ അസെറ്റ്. അപ്പോൾ ഒരു കമ്പനിയുടെ അസെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ പ്രോപ്പർ അലോക്കേഷൻ ഓഫ് ഫണ്ട്, ആ ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം എങ്ങനെയാണ് അതിൻ്റെ ഫണ്ട് മാനേജ് ചെയ്യുന്നത്, അതിൻ്റെ പൈസ, അതിൻ്റെ ക്യാഷ് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതും, അതുപോലെ ഇൻ ഓർഡർ ടു മാക്സിമൈസ് അച്ചീവ്മെൻറ്റ് ഓഫ് ആൻഡ് സെറ്റ് ഗോൾസ് അല്ലേ. ഒരു ബിസിനസ് സ്ഥാപനം വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നതിനും അതിൻ്റെ ഗോൾസൊക്കെ അച്ചൈൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് അത് എങ്ങനെ അതിൻ്റെ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് മാനേജ് ചെയ്യുന്നു, അതിൻ്റെ ധനകാര്യ പ്രവർത്തനങ്ങൾ ഒരു ബിസിനസ് സ്ഥാപനം എങ്ങനെ മാനേജ് ചെയ്യുന്നു, എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെ പഠിക്കുന്നതാണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ബിസിനസ് മേ റിക്വയർ ഫണ്ട് ഓൺ വൺ ഓഫ് ത്രീ ലെവൽ. ഒരു ബിസിനസ്സിന് 3 ലെവലിൽ എന്താവശ്യമുണ്ട്, ഫണ്ട് ആവശ്യമുണ്ട്. ഷോർട്ട് ടേം, ചെറിയ കാലത്തേക്ക്, മീഡിയം ടേം, ഒരു മീഡിയം ആവറേജ് ലെവലുള്ള കാലഘട്ടത്തിലേക്കും, ലോങ് ടേം അല്ലേ, ദീർഘകാലത്തേക്കും അല്ലേ. ഒരു 10 വർഷം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു തരുള്ളൂ എന്നുള്ള സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അത്തരം ആ ഫണ്ടൊക്കെ നമുക്ക് ആവശ്യം, ഒരു ബിസിനസ്സിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെയർ ഇഷ്യൂ ചെയ്യാം അല്ലേ. ഷെയർ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് എത്ര തുകയാണ് ആവശ്യം, അതിന് ഈക്വലായിട്ടുള്ള നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യും, നമ്മളെ ഷെയർ വാങ്ങും, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ. അതുപോലെ ഷോർട്ട് ടേമിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ നമ്മൾ നടത്തും. അപ്പോൾ ഇങ്ങനെ ബിസിനസ് ഫേംസിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ ബിസിനസ്സുകാരുടെയൊക്കെ എന്ത് ചെയ്യുക, ധനകാര്യ പ്രവർത്തനങ്ങളെയാണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ വ്യക്തികളുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതാണ്. അതുപോലെ ബിസിനസ് ഫിനാൻസ് എന്താണ്, ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ, ഒരു ബിസിനസ്സിൻ്റെയൊക്കെ എന്ത് ചെയ്യാണ്, ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പേഴ്സണൽ ഫിനാൻസും ബിസിനസ് ഫിനാൻസും ചേർന്നതാണ് പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇതിലാരും വരില്ല, ഗവൺമെൻറ് വരില്ല. ഓക്കെ, സ്കോപ്പ് ഓഫ് പ്രൈവറ്റ് ഫിനാൻസ്. എന്താണ് പ്രൈവറ്റ് ഫിനാൻസിൻ്റെ സ്കോപ്പ് എന്ന് നോക്കാം.
Private finance, also known as personal finance, refers to the management of individuals or a family's financial resources to achieve financial goals and secure their financial well-being. അല്ലേ, ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു വ്യക്തി ഇവരുടെയൊക്കെ ഫിനാൻഷ്യൽ ഗോൾസ്, സാമ്പത്തിക ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാനും അവർക്കൊരു സ്റ്റെബിലിറ്റി, സ്ഥിരത കൈവരിക്കാനും ഒക്കെ അവരുടെ ഫിനാൻഷ്യൽ റിസോഴ്സസ് അല്ലേ, അവരുടെ റവന്യൂ അല്ലെങ്കിൽ അവരുടെ എക്സ്പെൻഡിച്ചറൊക്കെ മാനേജ് ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. The scope of private finance is quite extensive and of various aspects of financial planning and management and decision making. അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ഫിനാൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അതുപോലെ അതിൻ്റേതായിട്ടുള്ള സാധ്യതകളും സ്കോപ്പും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഇനിയിപ്പോൾ നോക്കാൻ പോകുന്നത് എന്താണ്, സ്കോപ്പ് ഓഫ് പ്രൈവറ്റ് ഫിനാൻസ് ആണ് അല്ലേ, എത്രത്തോളം പ്രൈവറ്റ് ഫിനാൻസിന് സാധ്യതകളുണ്ട്. ഒന്നാമത്തെ സ്കോപ്പാണ് ഫിനാൻഷ്യൽ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഗോൾ സെറ്റിംഗ് അല്ലേ, ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യാൻ നമ്മളെ പ്രൈവറ്റ് ഫിനാൻസ് ഹെൽപ്പ് ചെയ്യുന്നു. പ്രൈവറ്റ് ഫിനാൻസ് ബിഗിൻസ് വിത്ത് സെറ്റിംഗ് ക്ലിയർ ഫിനാൻഷ്യൽ ഗോൾ. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്ത 2 വർഷം അതിനുള്ളിൽ എനിക്ക് ഈ ലക്ഷ്യം അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട്, അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ നമ്മുടെ ഫിനാൻസ് മാനേജ് ചെയ്യും എന്നൊക്കെ ഡീൽ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും, പ്രൈവറ്റ് ഫിനാൻസ് ഹെൽപ്പ് ചെയ്യും അല്ലേ. ഇപ്പോൾ എനിക്ക് ഇത്ര വരുമാനമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഇതിൽ നിന്ന് ഇത്ര രൂപ ഇങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ എനിക്ക് ഭാവിയിൽ ഈ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട് അല്ലേ. ഒരു 2 വർഷത്തിനുള്ളിൽ ഞാൻ എൻ്റെ സാലറിക്ക് വെച്ചിട്ട് നമ്മൾ വീട് വയ്ക്കും, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങും, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ഗോൾസ് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഫൈനാൻഷ്യൽ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യാൻ നമ്മളെ പ്രൈവറ്റ് ഫിനാൻസ് ഹെൽപ്പ് ചെയ്യുന്നു. ദീസ് ഗോൾസ് ക്യാൻ ബി ഷോർട്ട് ടേം. ഇങ്ങനെ ഈ നമ്മൾ ഇൻഡിവിജ്വൽസും അതുപോലെ ബിസിനസ്സുകാരൊക്കെ സെറ്റ് ചെയ്യുന്ന ഗോളാണല്ലോ ഏതിൽ വരിക, പ്രൈവറ്റ് ഫിനാൻസിൽ വരിക. ഈ ഗോൾസ് എന്ത് ചെയ്യാം, ഷോർട്ട് ടേം ആവാം. ഷോർട്ട് ടേമിന് ഉദാഹരണമാണ് ബൈങ് എ കാർ, ഒരു കാറ് വാങ്ങുക, അല്ലെങ്കിൽ ഒരു വെക്കേഷൻ ട്രിപ്പ്, ഒരു ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷോർട്ട് ടേം ആയിട്ടുള്ള ലക്ഷ്യങ്ങളാവാം ഇത് അല്ലേ. അല്ലെങ്കിൽ മീഡിയം ടേം ലക്ഷ്യങ്ങളാവാം. മീഡിയം ടേം ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ബൈങ് എ ഹോം, ഒരു വീട് വയ്ക്കുക, ഫണ്ടിങ് എഡ്യൂക്കേഷൻ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കയറി പറ്റുക എന്നുള്ളത്, അങ്ങനെയുള്ള മീഡിയം ടേം ലക്ഷ്യങ്ങളാവാം. ഓർ ലോങ് ടേം ആവാം, അല്ലെങ്കിൽ ദീർഘകാലത്തേക്കുള്ള ലക്ഷ്യങ്ങളാവാം. ഏതൊക്കെ വരും അതിൽ, റിട്ടയർമെൻറ്റ് പ്ലാനിങ്, റിട്ടയർ ആകുമ്പോൾ ഓരോ മാസം എനിക്ക് ഇത്ര ഫണ്ട് കിട്ടണം, നമ്മൾ ഇൻഷുറൻസിലൊക്കെ ഇൻഷുറൻസൊക്കെ നമ്മൾ എടുക്കുമല്ലോ, അതൊക്കെ വരും. പിന്നെ വെൽത്ത് അക്യുമുലേഷൻ, അല്ലെങ്കിൽ സ്വത്ത് ഒരു കൂട്ടുക എന്നുള്ള, അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും എനിക്ക് ഇത്ര ഭൂമി വാങ്ങാൻ ഞാൻ ഇത്ര ക്യാഷ് മാറ്റി വയ്ക്കുന്നു. അങ്ങനെയുള്ള വെൽത്ത് അക്യുമുലേഷൻ, ഒരു ഭൂമി വാങ്ങാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വത്ത് വകകളൊക്കെ വാങ്ങാനോ, അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നിൽ ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കും അല്ലേ. നമുക്കൊക്കെ ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം ലക്ഷ്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഈ ക്യാഷ് മാറ്റി വയ്ക്കുന്നത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മളെ പ്രൈവറ്റ് ഫിനാൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The scope involves identifying these goals and understanding the financial resources required to achieve them. അപ്പോൾ ഇതിൽ എന്താണ് ഉൾപ്പെടുന്നത്, ഫിനാൻഷ്യൽ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോമ്പോണൻറ്റിൽ നമ്മൾ എന്താ ഉൾപ്പെടുന്നത്, എങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ച്, നമ്മുടെ കയ്യിലുള്ള വരുമാനം വെച്ച് നമുക്ക് എങ്ങനെ നമ്മളുടെ ലക്ഷ്യങ്ങളൊക്കെ സാക്ഷാത്കരിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ ഉദാഹരണത്തിലാണെങ്കിൽ അടുത്തൊരു വർഷത്തിനുള്ളിൽ എൻ്റെ ഈ സാലറി ഇത്ര ലോണൊക്കെ എടുത്തിട്ട് എനിക്ക് എങ്ങനെ നല്ലൊരു വീട് വയ്ക്കാം, ഒരു കാറ് വാങ്ങാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഡ്രീം ട്രിപ്പ് പോകണമെങ്കിൽ, ഒരു പുറം രാജ്യത്തേക്ക് ഒരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഫിനാൻഷ്യൽ റിസോഴ്സൊക്കെ ഞാൻ എങ്ങനെ അതിനനുസരിച്ച് മാനേജ് ചെയ്യും. അപ്പോൾ ഇത്തരം ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ നമ്മളെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ഫിനാൻസ് അല്ലേ. നമ്മൾ ഫിനാൻസ്, ധനകാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ സ്കോപ്പാണ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. ബജറ്റിംഗ് എന്താണ്? It is a fundamental aspect of private finance. It involves creating a plan for income and expenses, ensuring that spending aligns with financial goals. നമ്മളിങ്ങനെ ഒരുപാട് ഗോൾ സെറ്റ് ചെയ്തു, ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അടുത്ത വർഷം എനിക്ക് വീട് വാങ്ങണം, കാർ വാങ്ങണം എന്നൊക്കെ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്താൽ മാത്രം പോരാ അല്ലേ. അതിനനുസരിച്ച്, ആ ഗോൾസിനനുസരിച്ച് നമ്മളെ എക്സ്പെൻഡിച്ചറെ, നമ്മളെ പണത്തെ, നമ്മളെ വരുമാനത്തെ നമ്മൾ എന്ത് ചെയ്യണം, ക്രമീകരിക്കുക കൂടെ വേണം അല്ലേ. അങ്ങനെ ക്രമീകരിച്ചാൽ മാത്രമേ അങ്ങനെ ഫിനാൻഷ്യൽ ഗോൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ
ബജറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള വരുമാനത്തെയും അതുപോലെ നമുക്ക് വരാൻ സാധ്യതയുള്ള ചെലവുകളുടെയും ഒരു പ്ലാൻ ഉണ്ടാക്കുക അല്ലേ. അടുത്ത വർഷം എനിക്ക് ഇത്ര വരുമാനം കിട്ടാൻ ചാൻസ് ഉണ്ട്, ഇത്ര എനിക്ക് ചിലവാകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ബജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്കോപ്പാണ് പ്രൈവറ്റ് ഫിനാൻസിൻ്റെ രണ്ടാമത്തെ സ്കോപ്പാണ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. ബജറ്റിംഗ് ഹെൽപ്സ് ഇൻഡിവിജ്വൽ ടു ട്രാക്ക് ദെയർ ക്യാഷ് ഫ്ലോ അല്ലേ. നമുക്ക് ക്യാഷ് ഫ്ലോ എത്ര ഇങ്ങോട്ട് കിട്ടാണ്ട് എത്ര ക്യാഷ് അങ്ങോട്ട് പോകുന്നുള്ള ഒരു ക്യാഷ് ഫ്ലോ നമുക്ക് മാനേജ് ചെയ്യാനും മനസ്സിലാക്കാനും നമ്മളെ ബജറ്റിംഗ് ഹെൽപ്പ് ചെയ്യും. മാനേജ് ഡെപ്റ്റ് അല്ലേ, നമ്മുടെ കടബാധ്യതകളൊക്കെ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് സേവ് ഫോർ വേരിയസ് പർപ്പസ് അല്ലേ, വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യത്യസ്ത ഉദ്ദേശങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ സേവ് ചെയ്യുക, സമ്പാദിക്കാനും ഒക്കെ നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യും, ബജറ്റിംഗ് ഹെൽപ്പ് ചെയ്യും. തേർഡ് വണ്ണാണ് ഇൻകം മാനേജ്മെൻറ്റ് അല്ലേ. വരുമാനം മാനേജ് ചെയ്യാൻ നമ്മളെ പ്രൈവറ്റ് ഫിനാൻസിൻ്റെ മൂന്നാമത്തെ സ്കോപ്പാണ് ഇൻകം മാനേജ്മെൻറ്റ്. Effectively managing income sources such as salary, investment, rental income is crucial അല്ലേ. നമ്മുടെ വരുമാനം നന്നായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു കഴിവാണ് അല്ലേ. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ വരുമാനം ഇങ്ങനെ ഉപയോഗിച്ച് പെട്ടെന്നൊരു അത്യാവശ്യം വരുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തൊരവസ്ഥ എന്നാൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമുക്കില്ല. നമുക്ക് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് മാനേജ് ചെയ്യാൻ നമുക്കറിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ നമ്മുടെ സാലറിയും അതുപോലെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്ക് റെൻ്റായിട്ട് ചിലപ്പോൾ വാടകയായിട്ടൊക്കെ നമുക്ക് ഒരുപാട് വരുമാനം കിട്ടാണ്ടാവും. ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രൈവറ്റ് ഫിനാൻസ് എൻകംപാസസ് സ്ട്രാറ്റജീസ് ഫോർ ഇൻക്രീസിങ് ഇൻകം ത്രൂ കരിയർ ഗ്രോത്ത്. എങ്ങനെ നമുക്ക് കരിയർ മെച്ചപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വരുമാനം കൂട്ടാം, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ, നിക്ഷേപത്തിലൂടെ, ഷെയറിലും ബോണ്ടിലും ഡിബെഞ്ചറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിലൂടെയൊക്കെ എങ്ങനെ നമുക്ക് നമ്മളെ വരുമാനം വർദ്ധിപ്പിക്കാം, അതിനുള്ള വേരിയസ് സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ നമ്മൾ ഏതിൽ പഠിക്കുന്നുണ്ട്, പ്രൈവറ്റ് ഫിനാൻസിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്ട്രാറ്റജീസ് ഓഫ് പ്രൈവറ്റ് ഫിനാൻസ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് നമ്മൾ 3 സ്ട്രാറ്റജീസാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സെറ്റിംഗ് ഫൈനാൻഷ്യൽ ഗോൾസ്, ബജറ്റിംഗ് ആൻഡ് തേർഡ് വൺ എന്തായിരുന്നു, ഇൻകം മാനേജ് ചെയ്യാൻ അല്ലേ. ഇങ്ങനെ 3 സ്കോപ്പാണ് പ്രൈവറ്റ് ഫിനാൻസിനുള്ളതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി സ്കോപ്പ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. See you.